വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിഡ്സ് സ്കൂളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളുടെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളെ കുറിച്ചാണ്. അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാനൊരു പ്രീ പ്രൈമറി അധ്യാപികയാണ്. 4 വർഷത്തിൽ കൂടുതൽ എനിക്ക് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട്. കൂടാതെ ഞാൻ ഈ സർട്ടിഫൈഡ് കോഴ്സായി ചൈൽഡ് സൈക്കോളജിയിൽ കൗൺസിലിംഗ് സൈക്കോളജിയിലും കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് കരുതിയാൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ത് ആധികാരികതയിലാണ് പറയുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്, അല്ലാതെ എന്നെ കുറിച്ച് തന്നെ പറയാൻ വേണ്ടിയിട്ടല്ല. കാരണം പറയാൻ പോകുന്ന കാര്യം മാത്രം പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. ഞാൻ ഗ്രാജുവേഷൻ സൈക്കോളജി സ്റ്റുഡന്റ് കൂടെയാണ്. ഞാൻ എന്റെ ഗ്രാജുവേഷൻ ബുക്സുകളൊക്കെ എടുത്ത് പഠിക്കുമ്പോഴാണെങ്കിലും കുഞ്ഞുങ്ങളുടെ മനഃശാസ്ത്രപരമായ പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണെങ്കിലും ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അത് അവരുടെ ബാല്യത്തിന് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാക്കാനുള്ള സ്വാധീനങ്ങളെ കുറിച്ചാണ്. ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ എന്തുമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് മനഃശാസ്ത്രത്തിന്റെ ഏതൊരു മേഖല നിങ്ങൾ പഠിച്ചാലും ശരി, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ആശയമായിട്ട് നിങ്ങൾക്ക് തോന്നും. ഏതൊരു മനഃശാസ്ത്രജ്ഞനായാലും ശരി, ഇനി ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആണെങ്കിലും ശരി, ഈ ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് നമ്മുടെ ബാല്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾക്ക് നമ്മുടെ വ്യക്തിത്വത്തിന്റെ രൂപീകരണവുമായിട്ട് ആഴമേറിയ ബന്ധമുള്ളതായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടെത്താവുന്നതാണ്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബാല്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്, വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. പക്ഷെ പലപ്പോഴും പലർക്കും കുട്ടികളുടെ ബാല്യത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ല. ഏറ്റവും വളരെ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ചൈൽഡ് സൈക്കോളജിയിൽ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, ഒരു കുഞ്ഞിന്റെ വ്യക്തിത്വത്തിൽ ആ കുഞ്ഞ് വളർന്നു കഴിഞ്ഞ് ആ കുഞ്ഞ് ചെയ്യുന്ന ചില തെറ്റായ കാര്യങ്ങളുടെ പോലും സോഴ്സ് എന്ന് പറയുന്നത് ആ കുഞ്ഞ് അനുഭവിക്കുന്ന ബാല്യത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില ഘടകങ്ങളാണ്. ഈ ചില മനഃശാസ്ത്രജ്ഞന്മാര് കുഞ്ഞുങ്ങളെ സൈക്കോളജി പഠിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ അല്ല, അവരുടെ എക്സ്പീരിയൻസ് അല്ല ചോദിച്ച് മനസ്സിലാക്കിയത്, മറിച്ച് അവരെ കുറിച്ച് ബാല്യത്തെ കുറിച്ച് അവർ പഠിച്ചത് വളർന്നു വന്ന വ്യക്തികളെ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ്. അവരോട് ചോദിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ അവരെ കുറിച്ച് പഠിക്കും, അതായത് ഒരു വ്യക്തിയെ കുറിച്ച് പഠിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന പല മാനസിക സംഘർഷങ്ങളുടെയും സോഴ്സ് ബാല്യത്തിൽ അവരനുഭവിച്ച മോശപ്പെട്ട കുറെ അനുഭവങ്ങളാണെന്ന് അവർക്ക് മനസ്സിലാക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ മാനസികമായിട്ടുള്ള വളർച്ചയുടെ ഡെവലപ്മെന്റ്സിന്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് ചൈൽഡ്ഹുഡ്, കുഞ്ഞ് ജനിക്കുന്നത് മുതലുള്ള കാലഘട്ടം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിൽ നഴ്സറി, LKG, UKG ഈ 3 വർഷങ്ങളിലുള്ള അവരുടെ വിദ്യാഭ്യാസവും സ്കൂൾ പരമായി എഡ്യൂക്കേഷൻ പരമായി അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം അവരുടെ ജീവിതത്തിലുണ്ട്. അത് മാത്രമല്ല, അത് അവര് സ്കൂളിൽ പോകുന്നതിന് വീട്ടിലുള്ള സാഹചര്യങ്ങളിലാണെങ്കിലും സ്കൂളിലല്ലാതെ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തതല്ലാതെ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, അവരുടെ സമൂഹത്തിലെ സാഹചര്യങ്ങൾ, അവരുമായിട്ട് ഇടപെടുന്ന വ്യക്തികളുടെ ഇടപെടലുകൾ, ഇതെല്ലാം തന്നെ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. വളരെ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ കുഞ്ഞല്ലേ എന്ന് കരുതി അല്ലെങ്കിൽ ചെറിയ കുട്ടിയല്ലേ അത് കുറച്ച് വലുതാവുമ്പോൾ അതൊക്കെ മറക്കും അല്ലെങ്കിൽ വലുതാവുമ്പോൾ അതൊക്കെ മാറിക്കൊള്ളും, അങ്ങനെയല്ല ഒരു കാര്യം സംഭവിക്കുന്നത്. ഒരു വ്യക്തിത്വത്തില് നമ്മൾ ഇങ്ങനെ ബ്രിക്സ് വെച്ച് നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു വീടുണ്ടാക്കുന്നത് പോലെ അവരുടെ ഒരു വ്യക്തിത്വം രൂപീകരിക്കപ്പെടുകയാണ്. അപ്പൊ ചെറുപ്പത്തില് ഏർലി ചൈൽഡ്ഹുഡ് ഈ ജനിച്ചിട്ട് മുതല് ഈ ഒരു കുറച്ച് കാലഘട്ടം വരെ ഒരു 6 വയസ്സ് വരെയൊക്കെയുള്ള കാലഘട്ടത്തില് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ അവർ മനസ്സിൽ വെച്ച് അവരൊരു ലോകത്തെ കുറിച്ചൊരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ഒരു ബേസിക് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്ത് ഉണ്ടാകുക. ആ സമയത്ത് അവർക്ക് ഇമോഷണലിയും ഡെവലപ്മെന്റ്സ് ഒരുപാട് നടക്കുന്നുണ്ട്. ബുദ്ധിപരമായ ഡെവലപ്മെന്റ്സ് ഉണ്ട്, ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് ഉണ്ട്. നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് വേണ്ടി സ്കൂളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും റെപ്യൂട്ടേഷൻ ഉള്ള ഏറ്റവും പേര് കേട്ട ഒരു സ്കൂളൊക്കെ ആയിരിക്കും ചിലപ്പോൾ തിരഞ്ഞെടുക്കാം. ചിലപ്പോൾ എത്ര ഡൊണേഷൻ ഉണ്ടെങ്കിലും ശരി, ആ സ്കൂളിന്റെ ആ ഒരു ഇത് കണ്ടിട്ടായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കാം. തീർച്ചയായിട്ടും അതൊരു ഫാക്ട് തന്നെ ആയിരിക്കാം. പക്ഷെ എങ്കിലും പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സ്കൂളായിരിക്കണം പ്രീ പ്രൈമറി സെക്ഷനിലേക്ക് നിങ്ങൾ കുഞ്ഞുങ്ങളെ അയക്കുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ഒരു ഹൈസ്കൂളില് അച്ചീവ്മെന്റ്സ് ഉള്ള ഒരു സ്കൂൾ തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങളുടെ ആ സ്കൂളിന്റെ പ്രീ പ്രൈമറി സെക്ഷൻ അത്രമാത്രം എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നായിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഒന്നെങ്കിൽ ഒരു LP വരെയുള്ള ഒരു സ്കൂള്, അവരുടെ കോൺസെൻട്രേഷൻ അപ്പൊ എല്ലാ ചെറിയ ക്ലാസ്സുകളിലേക്കും മാനേജ്മെന്റിന്റെ കോൺസെൻട്രേഷൻ എത്തും. കൂടുതൽ ആക്ടിവിറ്റീസ് അവരവിടെ
ഏർപ്പെടുത്താനായിട്ട് ശ്രമിക്കും. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഡെവലപ്മെന്റിന് ആവശ്യമായ ആക്ടിവിറ്റീസ് അവിടെ ലഭിക്കും. ഇനിയും സാധിക്കുമെങ്കിൽ പ്രീ പ്രൈമറി സെക്ഷൻ മാത്രമുള്ള സ്കൂളുകൾ തിരഞ്ഞെടുക്കുകയാണ് കുറച്ചും കൂടെ ബെറ്റർ. അവിടെയുള്ള അധ്യാപകര് ഈ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ളവരും ആയിരിക്കണം. പലപ്പോഴും പല സ്കൂളുകളിലും ഗ്രാജുവേഷൻ കഴിഞ്ഞവരെയും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരെയും ഒക്കെ പ്രീ പ്രൈമറി സെക്ഷനിലോട്ട് ചുമ്മാ അങ്ങ് അപ്പോയിന്റ് ചെയ്യും. കാരണം ഇവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടുതലുള്ളത് കൊണ്ട് തെറ്റായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അവരുടെ മാനസികമായ വളർച്ച, അവരുടെ ഫിസിക്കലായിട്ടുള്ള വളർച്ച, അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ്സ്, ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തികളെ മാത്രമായിരിക്കണം പ്രീ പ്രൈമറി അധ്യാപകരായിട്ട് എപ്പോഴും നിയമിക്കേണ്ടത്. ഗ്രാജുവേഷൻ പഠിച്ചതുകൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് നോളജ് ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും ഞാൻ എഡ്യൂക്കേഷനെ മാനിക്കുന്നു. പക്ഷെ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ കൈകാര്യം ചെയ്യേണ്ട അധ്യാപകർ എന്ന നിലയിൽ അവരുടെ മനസ്സിന് സംഭവിക്കുന്ന എല്ലാവിധ വികാസങ്ങളെ കുറിച്ചും നമുക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. ABCD ആയിരിക്കാം അവർ ഈ പ്രീ പ്രൈമറി സെക്ഷനിലൊക്കെ പഠിക്കുക. അത് നമുക്കൊരു 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രീ പ്രൈമറി LKG UKG വരെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ അതിന്റെ കുറച്ച് ടെക്നിക്കുകൾ പ്രീ പ്രൈമറി സെക്ഷനിൽ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടി വരും. സാധാരണ വ്യക്തികളെ വലിയ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ കൃത്യമായിട്ടൊരു ട്രെയിനിങ് ലഭിച്ച അധ്യാപകർക്ക് മാത്രമേ പ്രീ പ്രൈമറി സെക്ഷനിലെ കുട്ടികളെ കൃത്യമായിട്ട് അവരുടെ ഡെവലപ്മെന്റ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ശരിയായ മാനസിക വളർച്ചയ്ക്ക് സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്കൂളുകൾ തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങൾ ഓർക്കണം, അവരുടെ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ്. അവരുടെ ഡെവലപ്മെന്റ്സിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ്. അതിന് അനുയോജ്യമായ സ്കൂളുകൾ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി. ആ ഭാഗത്തേക്ക്, ആ പ്രീ പ്രൈമറി സെക്ഷന് പ്രാധാന്യം നൽകിക്കൊണ്ട്, ആക്ടിവിറ്റീസുകൾ നൽകിക്കൊണ്ട്, കുട്ടികളുടെ ഡെവലപ്മെന്റ്സിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു മാനേജ്മെന്റ് ഉള്ള ഒരു സ്കൂൾ ആയിരിക്കണം നിങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത്. ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു വിഭാഗം തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ചൈൽഡ് സൈക്കോളജി എന്നൊരു വിഭാഗം തന്നെ ഉണ്ടാവും. കാരണം ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഘടകമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലുള്ള കുഞ്ഞുങ്ങളുടെ മാനസിക വളർച്ചയിൽ വലിയൊരു ഉത്തരവാദിത്തമാണ് മാതാപിതാക്കൾ നമ്മളെ ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ സമൂഹം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് ഓർക്കണം. ഇനി അഥവാ സാധാരണ ഒരു മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മക്കളുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്ന ബോധത്തോടു കൂടെ വേണം നമ്മൾ അവരുടെ ബാല്യത്തെ കൈകാര്യം ചെയ്യാനായിട്ട്. നമ്മുടെ ഫ്രസ്ട്രേഷൻസോ നമ്മുടെ സങ്കടങ്ങളോ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളോ നമ്മുടെ കുഞ്ഞുങ്ങളെ എഫക്ട് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരു അധ്യാപികയാണെങ്കിലും അവരുടെ പേഴ്സണൽ ലൈഫിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുവരരുത്. സാധാരണ ആരും അങ്ങനെ ചെയ്യില്ല. പക്ഷെ ഒരിക്കലും നമ്മുടെ എന്തെങ്കിലും ഒരു ഇമോഷൻസിന്റെ ബാക്കിയാവരുത് നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഭവിക്കേണ്ടി വരുന്ന തിക്താനുഭവങ്ങൾക്ക് അത് കാരണമാകാനായിട്ട് പാടില്ല. ഒരു മാതാപിതാക്കളാണെങ്കിലും കുടുംബമാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അതിന്റെ ഒരു എഫക്ട്സ് ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രമിക്കണം. അവരെ വളർത്തിക്കൊണ്ടുവരാനുള്ള വലിയൊരു ഉത്തരവാദിത്തം പാരന്റ്ഹുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പരമാവധി അവരോട് കരുണയോടുകൂടെയും, അല്ലെങ്കിൽ അവര് കുഞ്ഞുങ്ങളാണ്, അവരുടെ ലോകം വ്യത്യസ്തമാണ്, അവർക്ക് സ്വന്തമായിട്ടൊരു ലോകമുണ്ട്, അവരുടെ ഡെവലപ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിൽ ബോധ്യം വെച്ചുകൊണ്ട് വേണം നമ്മൾ അവരുമായിട്ട് ഇടപെടാൻ. ഒരുപക്ഷെ ബാല്യത്തിൽ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട്, നമ്മുടെ ജോലി കൊണ്ട്, നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കുഞ്ഞിന്റെ കൂടെ ഇരിക്കാൻ നമുക്ക് പറ്റാതെ പോവുകയാണെങ്കിൽ അവരുമായിട്ടൊരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കുന്നതിന് ഒരുപക്ഷെ അത് എഫക്ട് ചെയ്തേക്കാം. അതിന് പരിഹാരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ രാവിലെ ഫുൾ ഡേ ഒന്നും നമ്മൾ ജോലിക്ക് പോകില്ലല്ലോ. ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള കൃത്യമായിട്ടൊരു സമയം, അത് എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിലും, എന്തൊക്കെ പണികൾ ബാക്കി എത്രയൊക്കെ പണികൾ നിങ്ങൾക്ക് അവിടെ കിടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ കുഞ്ഞിന്റെ കൂടെ ഒരു കൃത്യം ക്വാളിറ്റി ഓഫ് ടൈം സ്പെൻഡ് ചെയ്തിരിക്കണം. ബാല്യത്തിൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ബാല്യം എന്ന് പറയുന്നത് അപ്രധാനമായ ഒരു കാലഘട്ടമായിട്ട് എടുക്കരുത്. അത് അധ്യാപകരാണെങ്കിലും ശരി, മാതാപിതാക്കളാണെങ്കിലും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് വ്യത്യസ്തമായ മേഖലകളും ഒക്കെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഈ കുട്ടികളുടെ ബാല്യം എന്ന് പറയുന്നത്. അപ്പം എനിക്കറിയാവുന്ന കുറച്ച് അറിവുകൾ ഞാൻ നിങ്ങളോട് ഷെയർ ആണ് ചെയ്തത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം കുറിച്ച് പറയുന്നതിനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.